പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ 3.5 വർഷക്കാലം രാധയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട 4 അടിയന്തര പ്രമേയങ്ങൾ തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി മെമ്പർമാർ പ്രതിപക്ഷത്ത് നിന്ന് ഈ വിഷയം ശക്തിയായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം ഒരേ മറുപടിയും ഒരു നിസ്സംഗതയുമാണ് സർക്കാരിനുള്ളത്. അതുകൊണ്ടാണ് ആവർത്തിച്ചു വരുന്ന വന്യജീവി ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ഇതൊരു ഗുരുതരമായ വിഷയമാണ്. കേരളത്തിൻ്റെ ഒരു മുൻഗണനയിൽ വരേണ്ട വിഷയമാണ്. അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ് ഈ മലയോര സമരയാത്ര ഞങ്ങൾ സംഘടിപ്പിച്ചത്. സത്യത്തിൽ ഇത് തുടങ്ങുമ്പോൾ, ഈ യാത്ര തുടങ്ങുന്നതിൻ്റെ തലേദിവസം ഉണ്ടായ ഈ സംഭവം കൂടി ആയപ്പോൾ എത്രമാത്രം ഗൗരവമായ ഒരു വിഷയമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യമായി. ഈ 2 വിഷയങ്ങളാണുള്ളത്. ഞങ്ങൾ ഇതുമായി പോകുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുണ്ട് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ. ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ എന്ത് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ കാര്യങ്ങൾ ഞങ്ങൾ പറയും. അത് എല്ലാ വിഭാഗം ആളുകളുമായി ഉള്ള കൂടിയാലോചനകൾ നടത്തിയിട്ടാണത് പറയുന്നത്. ഇപ്പോൾ തന്നെയുള്ള പ്രശ്നം എന്താ? പരമ്പരാഗതമായി ഈ ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഇല്ലേ? മതിലുകളുണ്ട്, കിടങ്ങൾ നിർമ്മിക്കും, സൗരോർജ്ജ വേലി ഉണ്ടാക്കും, അതുപോലെ റെയിൽ ഗാർഡ് ഉണ്ടാക്കും, ഒരുപാട് കാര്യങ്ങൾ. നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ 4 വർഷമായി ഇത്തരം ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നിട്ട് ഗവർണറുടെ പ്രസംഗത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറയുകയാണ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഞങ്ങൾ കണക്കെടുത്ത് കാണിച്ചു. കണക്ക് ഞങ്ങളുണ്ടാക്കിയ കണക്കല്ല, സർക്കാരിൻ്റെ തന്നെ ഒരു കണക്കുണ്ട്. ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 2019, 20 തൊട്ട് 24, 25 വരെയുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ എണ്ണം ഭയങ്കരമായി കൂടി. സത്യത്തിൽ കഴിഞ്ഞ ഒരു 7-8 വർഷക്കാലം കൊണ്ട് 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നിട്ടാണ് കുറഞ്ഞു വരിക എന്ന് പറയുന്നത്. 1000-ത്തിലധികം പേര് മരിച്ചു. അപ്പോൾ ഇത് ഗൗരവത്തോടു കൂടി എടുത്തവർ. പിന്നെ മറ്റു പല സംസ്ഥാനങ്ങളും ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കുകയാണ്, ഡിറ്ററൻറ്റുകൾ ഉപയോഗിക്കുകയാണ്. ഒന്ന്, ഇത് വരുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി പറയാൻ കഴിയാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. ഇനി ഏത് തരത്തിലുള്ള മൃഗങ്ങളാണ് വരുന്നതെങ്കിലും അതിനെ തിരിച്ചു ഓടിക്കാൻ, കാട്ടിലേക്ക് ഓടിക്കാൻ ഉള്ള സംവിധാനങ്ങൾ പല സ്ഥലത്ത് ഏർപ്പെടുത്തി. തമിഴ്നാടും കർണാടകയും മധ്യപ്രദേശും ഹിമാചലൊക്കെ ഏർപ്പെടുത്തി. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ വനം വകുപ്പും വന്യജീവി വകുപ്പും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ലോകം മാറിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തെല്ലാം സങ്കേതങ്ങളും ഡിവൈസസുമാണ്, എന്തെല്ലാം മെക്കാനിസമാണ് പുതിയതായിട്ടുണ്ടായിരിക്കുന്നത്. പഴയത് ചെയ്യുന്നുമില്ല, പുതിയതിനെക്കുറിച്ച് ആലോചിക്കുന്നുമില്ല. ഇത് രണ്ടും ചെയ്യാതെ ഞങ്ങളുടെ പരാതി, സർക്കാർ ജനങ്ങളെ, മലയോരത്തെ ജനങ്ങളെ അവരുടെ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിധി എന്താണ് അതുപോലെ ആയിക്കോട്ടെ എന്നാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, നിസ്സംഗതയാണ്. വന്യജീവി നിയമത്തിന് ഭേദഗതി വരുത്തണം. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള മുഴുവൻ UDF വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിഷയത്തിൽ വനം മന്ത്രിയുടെ നിയമസഭയിലെ വന്യജീവി ആക്രമണത്തിലെ മരണങ്ങൾ കുറഞ്ഞു എന്ന കാര്യവും ഇപ്പോൾ വിമർശനത്തോടെ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അവിടെ രാധയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ.